എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തത് 1/2 കിലോ കോവയ്ക്കയാണ്. കോവയ്ക്ക 2 സൈഡ് മുറിച്ച് കളഞ്ഞ് 4ആയിട്ട് അരിഞ്ഞു വയ്ക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കോവയ്ക്ക അരിയാം. കോവയ്ക്കയ്ക്ക് ഒരു വഴുവഴുപ്പുള്ളത് കൊണ്ട് 3-4 തവണ വെള്ളത്തിൽ കഴുകണം. ഇനി കോവയ്ക്ക അല്പസമയം ഉപ്പും മുളകും പുരട്ടി വയ്ക്കാം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്ത് കോവയ്ക്ക കൈകൊണ്ട് ഇളക്കി വയ്ക്കുക. ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 3 വറ്റൽമുളകും 4 വെളുത്തുള്ളിയിൽ നീളത്തിൽ അരിഞ്ഞത് വിട്ട് അല്പം മൂപ്പിക്കുക. പിന്നെ 2 ചെറിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക. പിന്നെ കോവയ്ക്ക ഇട്ട് നന്നായിട്ട് ഇളക്കുക. പാത്രം അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കുക. അടപ്പ് മാറ്റിയ ശേഷം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഫ്രൈ ആക്കണമെങ്കിൽ 5 മിനിറ്റ് കൂടി ഫ്രൈ ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.